this video, we are going to discuss about expressions in C++. An expression is composed of operators and operands. ഒരു എക്സ്പ്രഷൻ ഒരു C++ എക്സ്പ്രഷനിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, ഓപ്പറൻഡ്സും ഉണ്ടാവും. വ്യത്യസ്തങ്ങളായ C++ ഓപ്പറേറ്റേഴ്സിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഓപ്പറൻഡ്സ് മീൻസ് ദ ഡാറ്റ ടു ബി ഓപ്പറേറ്റഡ് ഓൺ. സോ ആ ഓപ്പറേഷൻ ആവശ്യമായ ഡാറ്റയാണ് നമ്മൾ ഓപ്പറൻഡ് എന്ന് പറയുന്നത്. Operand may be either constant or variables. All expressions can be evaluated to get a result. എല്ലാ എക്സ്പ്രഷൻസിനും നമുക്കൊരു റിസൾട്ട് ആയിരിക്കും ഫൈനലായിട്ട് കിട്ടുന്നത്. സോ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, ഓപ്പറൻഡ്സും ഉണ്ടാവും. ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ്, എക്സ്പ്രഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. They are arithmetic expression, relational expression, logical expression. വ്യത്യസ്തങ്ങളായ ഓപ്പറേറ്റേഴ്സിന് ബേസ് ചെയ്തിട്ട് എക്സ്പ്രഷൻസിനെ നമുക്ക് C++ൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ മീൻസ് an expression in which only arithmetic operators are used. അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. C++ൽ 5 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ദേ ആർ പ്ലസ്, മൈനസ്, ഇൻറ്റു, div, modulo operator. So based on the operands used, ആ അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന ഓപ്പറൻസിനനുസരിച്ച് വീണ്ടും നമുക്കതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ഇൻറ്റീജർ എക്സ്പ്രഷൻസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസ്, കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. Integer expression means if an arithmetic expression contains integer operands, it is called integer expression. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറൻറ്റിൻ്റെ വാല്യൂ, ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ഓപ്പറൻറ്റ് ആണെങ്കിൽ ആ എക്സ്പ്രഷന് പറയുന്ന പേരാണ് ഇൻറ്റീജർ എക്സ്പ്രഷൻ. ഇൻറ്റീജർ എക്സ്പ്രഷൻ്റെ റിസൾട്ടും ഇൻറ്റീജേഴ്സ് ആയിരിക്കും. സോ കൺസിഡർ ഹിയർ എക്സ് പ്ലസ് വൈ. നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ പ്ലസ് ഈസ് എൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. സോ എക്സ് പ്ലസ് വൈ ഈസ് എൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. എക്സ് ഡിവൈഡഡ് ബൈ വൈ, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഓപ്പറേറ്റർ ഡിവിഷൻ ഓപ്പറേറ്ററാണ്, അരിത്തമെറ്റിക് എക്സ്പ്രഷനാണ്. ഇപ്പോൾ ഈ മൈനസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൈ ഇസ് അനദർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറൻറ്റ് എന്താണ്? എക്സ് ആൻഡ് വൈ. ഇതിൽ വാല്യൂ ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ ഈ എക്സ്പ്രഷന് പറയുന്ന പേരാണ് ഇൻറ്റീജർ എക്സ്പ്രഷൻ. സോ ലെറ്റ് ഫസ്റ്റ് എക്സ്പ്രഷൻ നോക്കുക. എക്സിൻ്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 2. എക്സ് പ്ലസ് വൈ മീൻസ് വി ഗോട്ട് ദ വാല്യൂ 7. സോ ഇൻറ്റീജർ വാല്യൂ ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ വാല്യൂ റിസൾട്ട് എന്തായിരിക്കും? ഇൻറ്റീജേഴ്സ് ആയിരിക്കും. എക്സ് ഡിവൈഡഡ് ബൈ വൈ, 5 divided by 2. സോ ഇൻറ്റീജർ ഡിവിഷൻ ആണ്. സോ റിസൾട്ട് ഈസ് 2. ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറൻസ് ഇൻറ്റീജർ ഓപ്പറൻസ് ആണെങ്കിൽ ആ എക്സ്പ്രഷന് പറയുന്ന പേരാണ് ഇൻറ്റീജർ എക്സ്പ്രഷൻ. ഇൻറ്റീജർ എക്സ്പ്രഷൻ പ്രൊഡ്യൂസസ് ഇൻറ്റീജർ റിസൾട്ട്. Floating point expression. Floating point expression composed of only floating point data. സോ ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറൻസിൻ്റെ വാല്യൂ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ ആണെങ്കിൽ ആ എക്സ്പ്രഷന് പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റിയൽ എക്സ്പ്രഷൻ. സോ അങ്ങനെ എക്സ്പ്രഷൻ്റെ റിസൾട്ട് തന്നെ എന്ത് തന്നെയായിരിക്കും? ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ട് തന്നെയായിരിക്കും. സോ കൺസിഡർ എക്സ് പ്ലസ് വൈ, ദിസ് ഇസ് എൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. ഇവിടെ ഓപ്പറൻസ് യൂസ് ചെയ്യുന്ന എക്സിൻ്റെ വൈയുടെ വാല്യൂ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. 5.0, 2.0. സോ 5x പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 7.0 ഡെസിമൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. എക്സ് ഡിവൈഡഡ് ബൈ വൈ, 5.0 ഡിവൈഡഡ് ബൈ 2.0, വി ഗോട്ട് 2.5. ഇസ് എഗെയിൻ ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ട്. സോ ഇങ്ങനെ അവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറൻസിൻ്റെ റിസൾട്ട് വാല്യൂ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറൻറ്റ് ആണെങ്കിൽ വി ഗോട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആസ് എ റിസൾട്ട്. സോ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസ്. Constant expression. So if in an arithmetic expression, if all the operands are constant values or fixed values, then it is called constant expression. So ഒരു arithmetic expression നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറൻറ്റ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ഒരു ഫിക്സഡ് വാല്യൂ ആണെങ്കിൽ ആ ഒരു എക്സ്പ്രഷന് പറയുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ. സോ ഹിയർ 20 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2.0. 20 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. 5, 2.0 അല്ലേ? പ്ലസ് ആൻഡ് ഡിവിഷൻ ആർ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. സോ ഇതൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്, പക്ഷേ യൂസ് ചെയ്യുന്ന ഓപ്പറൻസ് എന്താണ്? കോൺസ്റ്റൻറ്റ് വാല്യൂ, ഒരു ഫിക്സഡ് വാല്യൂ ആണ്. സോ ഇങ്ങനെയുള്ള എക്സ്പ്രഷനെ പറയുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ.
രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് റിലേഷണൽ എക്സ്പ്രഷൻ. So when relational operators are used in an expression, it is called relational expression. So ആ ഒരു എക്സ്പ്രഷനിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ എക്സ്പ്രഷന് പറയുന്ന പേരാണ് റിലേഷണൽ എക്സ്പ്രഷൻ. ഏതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. സോ ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ട്രൂ ഓർ ഫോൾസ്, 1 or 0. സോ ഇങ്ങനെയുള്ളൊരു റിസൾട്ട് ആയിരിക്കും റിലേഷണൽ എക്സ്പ്രഷൻസിന് ഉണ്ടാവുന്നത്. സോ കൺസിഡർ എൻ എക്സാമ്പിൾ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് വൈനേക്കാൾ ഗ്രേറ്റർ ആണോ? സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ട്രൂ ഓർ ഫോൾസ്. എക്സ് ഈക്വൽ ടു വൈ, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഇസ് എ റിലേഷണൽ ഓപ്പറേറ്റർ, ഈക്വൽ ടു ഇസ് അനദർ റിലേഷണൽ ഓപ്പറേറ്റർ. സോ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ എന്ത് എക്സ്പ്രഷനായി? റിലേഷണൽ എക്സ്പ്രഷനായി. എക്സ് പ്ലസ് വൈ നോട്ട് ഈക്വൽ ടു വൈ, ഇവിടെ നോട്ട് ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. സോ ഇറ്റ് ഇസ് എ റിലേഷണൽ എക്സ്പ്രഷൻ. ഓക്കെ, സോ കൺസിഡർ നമുക്ക് എക്സിനും വൈനും വാല്യൂ കൊടുക്കാം. 5.0 ഗ്രേറ്റർ ദാൻ 2.0, ദറ്റ് മീൻസ് 5 ഗ്രേറ്റർ ദാൻ 2 ആണോ? ആണ് അല്ലേ? ട്രൂ. അപ്പോൾ ആൻസർ 1 ആണ്. ട്രൂ അല്ലെങ്കിൽ 1. എക്സ് ഈക്വൽ ടു വൈ, 5 ഈക്വൽ ടു 2 അല്ല. സോ ഇറ്റ് 0 ഓർ ഫോൾസ്. എക്സ് പ്ലസ് വൈ നോട്ട് ഈക്വൽ ടു 5, ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത് എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 5 + 2 7. 7 നോട്ട് ഈക്വൽ ടു വൈ, 7 നോട്ട് ഈക്വൽ ടു 2, ട്രൂ ആണ്, 1. സോ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പ്രഷൻസിന് പറയുന്ന പേരാണ് റിലേഷണൽ എക്സ്പ്രഷൻ. റിലേഷണൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ഓർ ഫോൾസ് ഓർ 1 or 0 ആയിരിക്കും. ലോജിക്കൽ എക്സ്പ്രഷൻസ് combine 2 or more relational expressions with logical operators. റിലേഷണൽ എക്സ്പ്രഷൻസ്, ഒന്നിലധികം റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ ആൻഡ്, ഓർ, നോട്ട്. സോ ഇങ്ങനെയുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് വരുന്ന എക്സ്പ്രഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ലോജിക്കൽ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. സോ അഗെയിൻ ഇറ്റ് പ്രൊഡ്യൂസസ് ട്രൂ ഓർ ഫോൾസ് ഓർ 1 or 0 ആസ് ദ റിസൾട്ട്. സോ കൺസിഡർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, ഇതൊരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. എക്സ് ഈക്വൽ ടു 20, ദിസ് ഇസ് അനദർ റിലേഷണൽ എക്സ്പ്രഷൻ. ഇത് എന്ത് വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? ആൻഡ് ഓപ്പറേറ്റർ. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് എക്സ് ഈക്വൽ ടു 20, ദിസ് ഇസ് എ ലോജിക്കൽ എക്സ്പ്രഷൻ. കാരണം ഒന്നിലധികം റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്തതാണ് ആൻഡ് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, എക്സിൻ്റെ വാല്യൂ 5, 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ട്രൂ ആണ്. എക്സ് ഈക്വൽ ടു 20, 2 ഈക്വൽ ടു 20, 5 ഈക്വൽ ടു 20 ആണോ? അല്ല. അപ്പോൾ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാ റിസൾട്ടും ട്രൂ ആയിരിക്കണം. എല്ലാ റിലേഷണൽ എക്സ്പ്രഷൻ്റെയും റിസൾട്ട് ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ റിസൾട്ട് ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസ് 1 ആയി, 1 and 0, റിസൾട്ട് 0. ഓറിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് 1 ആയിക്കാൻ മതി, റിസൾട്ട് എന്താണ്? ട്രൂ ആണ്. എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആയാലേ റിസൾട്ട് എന്താവുള്ളൂ? ഫോൾസ് ആവുള്ളൂ. ഇപ്പോൾ ഇതൊരു ലോജിക്കൽ എക്സ്പ്രഷൻ ആണല്ലേ. ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? ഓർ. എക്സ് ഈക്വൽ ടു 5, എക്സിൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. 5 ഈക്വൽ ടു 5 ആണോ? ആണ്, 1 ആയി. ഓർ y ഈക്വൽ ടു 0, y മീൻസ് 2 ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ 1 or 0, റിസൾട്ട് ഈസ് 1. സോ അങ്ങനെ നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്പറേറ്റേഴ്സ്. ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്ന, അതിൽ ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും, ഓപ്പറൻറ്റും ഉണ്ടാവും. ഡിപ്പെൻഡ് അപ്പോൺ ദ ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യുന്ന വാല്യൂ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്പറൻറ്റ്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തു: ഇൻറ്റീജർ എക്സ്പ്രഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ, കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റർ ആയിരിക്കും. സോ അതിൽ യൂസ് ചെയ്യുന്ന കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്. ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. അതിൻ്റെ റിസൾട്ടും എന്താണ്? ട്രൂ ഓർ false. So these are the classifications of different expressions in C++.